ഹായ് ഗൈസ്, നമുക്ക് സി എസ് കളിക്കാൻ പോവാം ഗൈസ്. കമോൺ ഗൈസ്, നമുക്ക് സി എസ് കളിച്ച് കുറച്ച് ദിവസം കുറേ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഒന്നും ഇടാനുള്ള ടൈം ഒട്ടും കിട്ടുന്നില്ല ഗൈസ്. എനിക്ക് വീഡിയോ ഇടാനുള്ള ടൈം കിട്ടാത്ത, എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടുന്നില്ല. രാത്രിയും പകലൊക്കെ ബിസി ആവുള്ളൂ. ഒടുക്കത്തെ വർക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാതിരി തലപ്രാന്ത് പിടിക്കുന്ന പരിപാടിയാണ്. ഈ ജോലിക്ക് പോകാണ്ട് തിന്നാൻ വല്ലതും പറ്റണമെങ്കിൽ കൊള്ളായിരുന്നു ഗൈസ്. ചുമ്മാ ഇരിക്കുമ്പോൾ പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ അതൊരു നല്ല പരിപാടി ആയിരുന്നു. ഈ സർക്കാരിന് അങ്ങനെയൊക്കെ ഒരു സ്കീം വല്ല ഉണ്ടാക്കിക്കൂടെ ഗൈസ്. ഈ പണിക്ക് പോകണം തിന്നണം മടുത്ത് ഗൈസ്. ഞാനത് ഓടി വന്ന് ഗൈസ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ എത്തി ഗൈസ്. ഒരുത്തിൽ നിന്ന് കുത്തുന്നുണ്ട്, പക്ഷേ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിച്ച് അവനെ നമുക്ക് ഫിനിഷാക്കി എടുക്കാം ഗൈസ്. ഓരോ കില്ലും വിലപ്പെട്ടതാണല്ലോ. എന്നിട്ട് ഞാനിവിടെ വിളിച്ച് സാറേ, അപ്പോഴേക്കും എൻ്റെ പിന്നാലെ വന്ന ക്യാറ്റ് അവിടെ മൂടും കുത്തി വീണ് ഗൈസ്. ഇവളല്ലെങ്കിലും ഇങ്ങനെയാണ് ഗൈസ്. എന്നിട്ടിപ്പോൾ അവളെ രക്ഷപ്പെടുത്താൻ പോയി ഞാനും പാടാവും ഗൈസ്. വേണ്ട, അവളുടെ പ്രതികാരം വീട്ടാൻ വേണ്ടി തലയിട്ട് നോക്കിയത്, പക്ഷേ മെഡിക്കൽ അടിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം വന്ന് തന്നെ പ്ലക്കനെ അടിച്ച് കൊന്ന് ഗൈസ്. ഇത് മൊത്തം ഹിന്ദിക്കാരാ. ഈ തട്ടപ്പ ബ്രോ വിഷയമാണ് ഗൈസ്. ഇത് നോക്കിക്കോളൂ. തടപ്പം ബ്രോ ഇങ്ങനെ വന്നിട്ട് അതാ അവിടെ ഒരു ഗ്ലോട്ട് പുള്ളി കാര്യം എന്തൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതാ ഓസ്കാർ ഇട്ടുകൊണ്ട് ഒരുത്തം വന്ന് ഇടിച്ച് തെറിപ്പിച്ച് പാവം പിന്നെ അവിടെ ചുറ്റി വളഞ്ഞിട്ട് ഇതൊക്കെ ഗ്ലോ ഇടുന്നു. അപ്പം ഞാൻ വെച്ചാൽ ട്രിപ്പിൾ കില്ലെടുക്കാനുള്ള വകുപ്പുണ്ടോ, സ്കോപ്പുണ്ടോ? പക്ഷേ പുള്ളിയുടെ പകുതി HP ഒക്കെ എനിമി പിന്നെയും കൊണ്ടുപോയി ഗൈസ്. പാവപ്പെട്ട ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദിക്കാരൊക്കെ വിഷയമാണ് ഗൈസ്. ഇത് ഈ ഹൈഡ്രല്ലേ, NHK ഹൈഡ്ര, അവനാണ് ഇവിടെ വിഷയം. ഇത് ആക്ച്വലി ഒരു തീ പാറിയ കളിയാണ് ഗൈസ്. തീ പാറിയ കളി എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി തീ കളിയാണ്. ഹൈഡ്ര നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഹൈഡ്ര കുറച്ച് കഴിഞ്ഞ് ഇമോട്ടൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് നമ്മളിത് ഇവിടെ ഇങ്ങനെ ചാടിയൊക്കെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അവൻ ക്യാറ്റിന് വയ്യ ഗൈസ്. ക്യാറ്റിൻ്റെ ഭീകരമായ അസുഖമാണെന്നാണ് ഗൈസ് എല്ലാവരും പറയുന്നത്. വെയിറ്റ്, ഈ തൻ്റെ വയ്യൊക്കെ കാരണം ക്യാറ്റ് ഒരുപാട് ഗുളിക ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ടാണ് ഗൈസ് ഈ രാത്രി വന്ന് പാവപ്പെട്ടവളെ കൂടെ ഇരുന്ന് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ കഞ്ചാവ് അടിച്ച ഫീലായിരിക്കും ഗൈസ്. നമ്മളീ പറയത്തില്ലേ കള്ളിനകത്തൊക്കെ നമ്മൾ പാരസെറ്റമോളൊക്കെ പൊടിച്ച് ചേർക്കാൻ കിക്ക് കിട്ടാനെന്ന്, അതേപോലെ എന്തൊക്കെയോ ഭീകരമായ സാധനങ്ങളാണ് ക്യാറ്റ് വിഴുങ്ങുന്നത് ഗൈസ്. പോകുന്നുണ്ട്, അതായത് ഞാൻ എൻ്റെ അപ്പുറത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് പാവപ്പെട്ടവൾ. ഞാനാണെങ്കിൽ ഈ മൂലയ്ക്ക് വന്നിരുന്നു, അവളിപ്പോൾ ഇവിടെ വരികണ്ട. ഒഴിയാബാധയാണ് ഗൈസ്, ഒഴിയാബാധ. എനിക്കിട്ട് നല്ല പ്ലക്കനെ കിട്ടി ഗൈസ്. ഞാൻ മെഡടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു റൗണ്ടിന് ബാക്കിലാണ് ഗൈസ്. അവന്മാർ NH ഹൈഡ്ര അവന്മാർ ഭയങ്കര ഫോമിലാണ് ഗൈസ്. ഞാൻ പോയി ക്യാറ്റിനെ ട്രോളി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഇവിടെ എന്താണ് ഗൈസ്, ഇവിടെ മഴയൊക്കെ ഉണ്ടോ ഗൈസ്? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പെയ്യുന്നല്ലാണ്ട് വലിയ ഗുണമൊന്നുമില്ല ഗൈസ്. ഞങ്ങളത് മൂല പിടിച്ചിരിക്കുകയാണ്. കാരണം അവളവിടെ ആളിറങ്ങിയാലും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും അടിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഭയങ്കര IQ മൂവ്മെൻ്റായിട്ട് കുത്തിരിക്കാം ഗൈസ്. പക്ഷേ അടപടല പൂഞ്ചി പോകും ഗൈസ്. ഇപ്പോൾ നോക്കിക്കൊള്ളുന്ന എനിമി അത്യാവശ്യം കില്ലറ്റ് കളിക്കുന്ന പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ IQ മൂവ്മെൻ്റ് നടക്കില്ല ഗൈസ്. നമ്മൾ എനിമീസിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇതിൽ മുമ്പ് കുട്ടിക്കഴപ്പാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അതാണ്ട് ഒരുത്തം വന്നു, അവളടിച്ചിട്ടു, ഞാൻ രണ്ടാമത്തിനടിച്ചപ്പോൾ രണ്ടെണ്ണം ചാടി വന്ന് ക്യാറ്റിനെയും തല്ലിക്കുന്നു. ഇവിടെ നോർമൽ മൈൻഡ് ഇരിക്കുന്ന എനിക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ക്യാറ്റിൻ്റെ കാര്യം പറയണോ? അപ്പോൾ നമ്മൾ വിചാരിച്ചു ദിസ് റൗണ്ട് വാസ് ഗോളും. കാരണം ഓൾറെഡി എല്ലാവരും വീണു, ഞാൻ വീണു, ക്യാറ്റ് വീണു. നമ്മളിനി എന്തായാലും പൊങ്ങാൻ പോണില്ല. നമ്മളെ ടിപ്പിടപ്പ് പായി മാത്രമേ ഉള്ളൂ. ടിപ്പിടപ്പ് പായി മുകളിൽ എവിടെയാണ്. പൈപ്പന്മാരുതാ കണ്ട വീടിൻ്റെ ഗ്ലൂവോളൊക്കെ ഇട്ടിട്ട് അങ്ങ് മെഡൊക്കെ അടിച്ചങ്ങ് കൂട്ടുക. പാവട്ടപ്പിടപ്പായി മാത്രമേ ഉള്ളൂ ഇവിടെ. രണ്ടാമത്തെ റൗണ്ടും പോയി എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് ബായയുടെ അൺഎക്സ്പെക്റ്റഡ് കാമിയോ ഗൈസ്. അതാ 2 നോക്കായി. ഇപ്പോൾ അടുത്ത ഒരുത്തരും വരിക കണ്ട പ്ലക്കിനെ നമ്മൾ 3 അടിച്ചിട്ട് ബായ് അങ്ങ് തകർത്ത് കളഞ്ഞു നമ്മളെ. ഞാനതാണ്ട് 50 രൂപയൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് കളിക്കുന്ന ബായിമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സാധാരണ ഈ ബായിമാരങ്ങനെ എല്ലാവരും കളിക്കാറൊന്നുമില്ല, കൂടുതലൊരു വാണങ്ങളാണ് നമുക്ക് റാൻഡമായിട്ട് കിട്ടുന്നവരല്ല. പക്ഷേ ഈ റേസൊക്കെ എടുത്ത് നമ്മളെ സേവിയർ അങ്ങനെ ആ റൗണ്ട് ബായ് ഒറ്റയ്ക്ക് തൂക്കി തന്നിരിക്കൽ ഗൈസ്. ഒറ്റയ്ക്ക് സിംഗം മാതിരി വിളയാടട്ടെ ബായ്, സിംഗം ബായ്. അങ്ങനെ ടിപ്പിട്ട ബായുടെ തോളറിൽ നമ്മൾ ഒരു റൗണ്ട് പിടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇനി ശ്രദ്ധിച്ച് കളിക്കാൻ. സത്യം പറഞ്ഞാൽ 2-0 കളിച്ച് വരുന്നതാണ് എനിക്കിഷ്ടം പേഴ്സണലി. എനിക്ക് ആദ്യമേ റൗണ്ട് പിടിച്ചിട്ട് അതിങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ പോകണതോ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 3 അതിലൊന്നും രസമില്ല ഗൈസ്. നമുക്ക് 2-0 ബാക്കിൽ കിടന്നിട്ട് പിന്നെ കംബാക്ക് അടിച്ച് കയറി വരണം ഗൈസ്. അല്ലെങ്കിൽ 3-0 കയറി വരണം. കയറി വന്നാൽ അടിച്ച് കൊല്ലുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് ഗൈസ്. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പമ്മി നിൽക്കുവാണ് ഗൈസ്. ഇവിടെ ഞാൻ സാധാരണ അങ്ങനെ നിൽക്കാറില്ല. കാരണം ഇവിടെ ഏറെക്കുറെ എനിമീസ് ഗസ് ചെയ്തൊന്ന് അടിക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം അവിടെയൊക്കെ 2 പേര് അടുപ്പിച്ച് കഴിഞ്ഞാൽ തലമണ്ട പൊളിയും ഗൈസ്. എന്നാലും ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കും. കാരണം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ അറിയാം. ഇപ്പോൾ നമ്മുടെ ടീമിൽ ഒരുത്തൻ സൂപ്പറായിട്ട് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരു ആവേശമാവാം. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി പോയത് കേട്ടോ. അവിടെ അപ്പോഴേക്കും നമ്മുടെ ടീമിലൊരു ചത്ത്. ഇവിടെ ഒരുത്തും കയറുന്ന അവനെ തലമണ്ട ഞാൻ അടിച്ച് പൊട്ടിച്ച്. എന്നിട്ട് ഞാൻ അപ്പുറ സൈഡിലേക്ക് ഇങ്ങനെ പോയി അങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് എൻ്റെ ടീമിൽ അടുത്ത ആൾ വീണത്. അത് ആ ക്യാറ്റ് വീണ് ടിപ്പിടെ പോയി ആദ്യമേ വീണു. അയ്യോ, ഐ ഫീൽ ഡേഞ്ചർ. ഇപ്പോഴാണ് എനിക്ക് ആ ഡേഞ്ചർ കത്തുന്നത്. പക്ഷേ അപ്പോഴും ക്യാറ്റിനെ അവിടെ ഫ്ലാഗ് പൊക്കി വിട്ട് എന്നിട്ട് പിന്നെയും ഫ്ലാഗ് പടമായി. അപ്പോൾ ക്യാറ്റ് എന്തായാലും പടാവുമെന്ന് എനിക്കൊരു ഊഹമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അപ്പോഴേക്കും ആ പോട്ട എനിക്ക് ഫ്രീസൊക്കെ വലിച്ചെറിഞ്ഞ് തന്ന ഗൈസ്. എൻ്റെ കുറച്ച് ഡാമേജൊക്കെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ കയറി അടിക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ എന്തോ എനിക്ക് പറ്റി. കണ്ട എവൻ ഇമോട്ട് ഇടുന്നുണ്ട്, പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. എനിക്കങ്ങനെ ഒരുപാട് പേര് ഇമോട്ടിങ്ങനെ വാങ്ങിച്ച് കൂട്ടും ഗൈസ്. ഞാൻ ഒരു പൊട്ടനാണ് ഗൈസ്, നൂബനാണ് ഗൈസ്. എന്നെ എല്ലാവരും വാങ്ങി വലിച്ച് ഇമോട്ട് ഇടും ഗൈസ്. പക്ഷേ ഞാൻ ഒന്നും ഡൗൺലോഡാക്കി വയ്ക്കാത്തതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമില്ല ഗൈസ്. എനിക്ക് മനസ്സിലാവും മാറി ഇമോട്ട് ഇടുന്നുണ്ടെന്ന്, പക്ഷേ എന്നാലും ഇത് പ്രശ്നമല്ല ഗൈസ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ 2-1 എന്നുള്ളതാണ് സിറ്റുവേഷൻ. ഈ ടിപ്പിടപ്പ് പോയി വീണ് പോയതാണ് പ്രശ്നമായത്. ടിപ്പ് പോയി ഒറ്റയ്ക്ക് 2 കില്ലൊക്കെ ഡബിൾ കില്ലൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഓവർ കോൺഫിഡൻസ് കാണിച്ചു. ഞാനിപ്പോൾ ആരായി, ശശിയായി. അപ്പോൾ ഇനി നമുക്ക് ഓവർ കോൺഫിഡൻസ് പറ്റത്തില്ല ഗൈസ്. നമ്മുടെ ഒരു രീതിയിൽ നമ്മൾ കളിച്ചാൽ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇനി റൗണ്ട് പോകും ഗൈസ്. ബാറ്റിന് ഹീറോയ്ക്കൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 100-ലേക്കുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ 100 അടിച്ച് വെച്ച് കഴിഞ്ഞാൽ സീസൺ മാറുമ്പോൾ സുഖമല്ലേ, ലൈറ്റ് ആയില്ലേ? ആ ഒരു ഐഡിയോളജിയാണ് ഗൈസ് നമുക്കുള്ളത്. BR മാസം അടിക്കാനുണ്ട് ഗൈസ്. അതിന് 700+ മതി. അത് നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് 1 മാസം കിടപ്പുണ്ടല്ലോ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ കളിച്ച് ഇങ്ങനെ പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ചാടി പോകണം ഗൈസ്. എനിക്ക് അവനാണ് ഹൈഡ്രയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ കളി കിട്ടും ഗൈസ്, ഉറപ്പാണ്. അവനാണ് അവിടെ അത്യാവശ്യം നല്ല കളിക്കുന്നത്. ബാക്കിയെല്ലാം കണക്കാണ്. അപ്പോൾ ഞാൻ ചാടി ചെന്നത് അതാ ഹൈഡ്രനെ കണ്ടില്ല ഗൈസ്. ഞാൻ കയറി താരമണ്ട അടിച്ച് പൊട്ടിച്ച് ഗൈസ്. അപ്പോഴേക്കും നമ്മൾ ഉറപ്പിച്ച ഗീറോട് നമുക്ക് കിട്ടും. ഇനി ഒരാളും കൂടെ ബാക്കിയുള്ളൂ ഗൈസ്. അവിടെ ആക്ച്വലി ടിപ്പിടെ പോയി വരെ വെടി കഴിക്കാൻ തോന്നും ഗൈസ്. പകരം ഇപ്പം മറ്റേ ഫ്ലാഗാണ് കളിക്കുന്നത്. അവൻ അത്യാവശ്യം നല്ലപോലെ കളിക്കുന്നുണ്ട്. അപ്പോൾ ക്യാറ്റ് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നത് ഇവിടെ ഡ്രോപ്പ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ കിടക്കുമല്ലേ, വേസ്റ്റാക്കി കളയണ്ടെന്നാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ സ്കാർ കിട്ടി ഗൈസ്. ആ സ്കാറും തൂക്കി ഇവിടെ വന്നിട്ട് ആരെയും കാണാനില്ല. അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് അവൻ പാത്തിരുന്ന് അടിക്കാനുള്ള ബുദ്ധിപരമായ നീക്കത്തിലാണ് ഗൈസ്. അപ്പോൾ ഇവൻ അവിടെ പാത്തിരിക്കണം എന്നൊരു പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ തോക്കും തൂക്കി എന്ന് നടക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ ആരെയും കാണില്ല. പെട്ടെന്നാണ് ഗൈസ് അപ്പുറത്തുനിന്ന് അടിയുടെ സൗണ്ട് ഇടുന്നത്. അവിടുത്തെ ഓൾറെഡി നോക്കുമായി ഫ്ലാഗ് കൊണ്ട് ക്യാറ്റുണ്ട്. ഞാൻ ചാടിച്ചത് തലടിച്ച് പൊട്ടിച്ച് ഗൈസ്. അവൻ്റെ ആത്മാവാറ്റ് മേലേക്ക് പോയി ഗൈസ്. പാവം ഗൈസ്, ചത്തുപോയി ഗൈസ്. അവർ ഇമോട്ടൊക്കെ ഇട്ടിരുന്നുണ്ട് ഗൈസ്. പാവ ഹൈഡ്രയാണെന്ന് തോന്നുന്നു. ഹൈഡ്ര പ്രോ അവൻ്റെ തലയടിച്ച് പൊട്ടിച്ചോണ്ടി ആ ടീമിൻ്റെ മൊത്തം നിലനിൽപ്പ് പോകാതളത്തിലായി. അപ്പോൾ നമ്മൾ 2-2 നമ്മൾ പിടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് കളി ടിപ്പിട്ടപ്പം പ്രോ ആണെങ്കിൽ ഈ കളി എൻ്റെ തോളത്ത് കയറിയിട്ടാണ് ഇവർ റൗണ്ട് പിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഉഴപ്പാൻ പറ്റത്തില്ല. ഇനി നമുക്ക് 2 റൗണ്ടും കൂടി നമുക്ക് വേണം ഗൈസ്. 2 റൗണ്ടും കൂടി. ഈ 2 റൗണ്ട് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കളിക്കണമെന്നറിയാവാം. കാരണം ഇനി അവന്മാർ കുറച്ച് ബാക്ക് അടിച്ച് കളിക്കാൻ തുടങ്ങും. അവന്മാർ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങും. ക്യാമ്പിങ്ങോട് ക്യാമ്പിങ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ ഊബറാണ്. എനിക്ക് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. റഷ് ചെയ്യുന്ന സമയത്ത് റഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കരമായി ക്യാമ്പ് ചെയ്യാറുണ്ട്, ഒളിച്ചിരിക്കാറുണ്ട്, തന്തക്കിളി വകച്ച് കൂട്ടാറുണ്ട്. ഇതൊക്കെ കളിയിലൊരു ഭാഗമല്ലേ ഗൈസ്. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം. ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാറിനെക്കാളും കൂടുതൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം ഗൈസ്. പ്രഷർ എടുത്ത് ഇങ്ങനെ കളിച്ച് അങ്ങനല്ല ഇങ്ങനെ ഇവിടെ വാടാ അവിടെ വാടാ, എനിക്ക് ആ ഒരു മെൻറ്റാലിറ്റി ഇല്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഫണ്ണായിരിക്കണം, സമയം പോകണം, മെയിൻലി സമയം പോകണം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ പാത്തിക്കുക. കാരണം ഈ വഴി ആരെങ്കിലും ഓടിക്കഴിഞ്ഞാൽ അടിക്കാൻ എളുപ്പമാണ്. കുറച്ച് ബാക്കറിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ റഷ് ചെയ്ത് അടി വാങ്ങേണ്ട ആവശ്യം ഇല്ല. നൈസായിട്ട് ബാക്കിൽ നിന്ന് കിണ്ടി കൊടുത്തു കഴിഞ്ഞാൽ തല കയറും. അപ്പം ആ ഐഡിയോളജി ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. സാധാരണ ആരെങ്കിലുമൊക്കെ വരുന്നതാണ്. ഒന്നുകിൽ ഞാൻ ചാവും, ഇല്ലെങ്കിൽ അവന്മാർ എന്നെ തല്ലിക്കൊല്ലും. അങ്ങനെയല്ല, ഞാൻ തല്ലിക്കൊല്ലും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഗൈസ്. ആരെയും കാണുന്നില്ല ഗൈസ്. ഒരു ഗ്ലൂ അടക്കുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഉള്ളവന്മാർ ഞാൻ അവിടെ നിന്ന് അടിക്കണമെന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് താഴേക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ചും കൂടെയാണ് കൊടുത്തത്. പക്ഷേ മൂഞ്ചിപ്പോയി ഗൈസ്. ഒരൊറ്റ വെടി പോലും അതിലേക്ക് കൊള്ളുന്നില്ല. പക്ഷേ അതൊരു ഗ്ലിച്ച് പോലെ വർക്കായില്ല. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ പെട്ടിയുടെ ഇടയിലോട്ട് ഓടാം. അതാ ഗൈസ് ഒരുത്തൻ ഓസ്കാർ വെച്ച് കുത്തി പിടിച്ച് 36 ഇപ്പം വരും. ഓസ്കാറൊക്കെ ഇട്ട് വരുന്നു കുരുത്തൻ കെട്ടവൻ. ഞാൻ അവനെ പ്ലക്കി ഗൈസ്. അവൻ ഓസ്കാർ ഇട്ട് വരുന്നു. ഓസ്കാർ ഞാൻ BRൽ ഓസ്കാർ ഇട്ടാണ് കളിക്കുന്നത്. ഓസ്കാർ നല്ല BRനകത്ത് അടിപൊളി യൂസ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ അത്യാവശ്യം വെൻഡിങ് മെഷീൻ എടുത്ത് വെച്ച് ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റഷ് ഇടിച്ച് ഇപ്പോൾ ഒരു 2 HP ഒക്കെ ഉള്ളവൻ ബ്ലൂട്ട് കവർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓസ്കാർ ഇട്ടിട്ട് പ്ലക്കിനെ അടിച്ചങ്ങ് ഉറക്കാൻ പറ്റും. നൈസാണ്. 25 ഡാമേജ് അതിനുമുണ്ട്. സോ എനിക്ക് ഓസ്കാർ കുറച്ചും കൂടെ സീസണൊക്കെ BRൽ ഞാൻ യൂസ് ചെയ്യും. CS ഞാൻ തീ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതാകുമ്പോൾ നമ്മൾ ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യും, നമുക്കും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഓടുന്നതിനിടയ്ക്ക് നമ്മുടെ ഒരു ലൊക്കേഷൻ മാറ്റാൻ പറ്റും. അങ്ങനെ പല രീതിയുണ്ട്. നമുക്ക് ഗൈസ് അതാ ഗൈസ് മുകളിൽ 2 തല ഗൈസ്. 2നെയും തല്ലിക്കൊന്നു ഗൈസ്. അങ്ങനെ ട്രിപ്പിൾ കില്ലെടുത്തുകൊണ്ട് സോറോണൻ വീണ്ടും പവർ കാണിച്ചിരിക്കുന്നു ഗൈസ്. അവന്മാർ കറക്റ്റ് തല കൊണ്ട് കാണിച്ചു തന്നു ഗൈസ്. അങ്ങനെ പറയാം. വലിയ കഷ്ടപ്പാടൊന്നും വേണ്ടി വന്നില്ല.
അങ്ങനെ നമ്മൾ കില്ലെടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 3-2 അവിടെ കിടന്ന ആളാണ് ഗൈസ്. പാവ ഹൈഡ്ര ബ്രോ ഇപ്പം തന്തയ്ക്ക് വിളിക്കുന്നുണ്ടാവും പാവപ്പെട്ടവൻ. ക്യാറ്റ് ഇത് എവിടെ നിൽപ്പുണ്ട് ഗൈസ്. ക്യാറ്റ് വിജൃംഭിച്ച് ക്യാറ്റ് ഇങ്ങനെ വേറെ ഏതൊക്കെയോ ലോകത്താണ് ഗൈസ്. നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്ക് ഷവർമ്മ വേണോ മന്തി വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി പുറത്തി പുള്ളിക്കാരുടെ കിളി പോയിരിക്കുവാണ്. ഗഞ്ചാവ് സുഗുണി. നമ്മളിതാ പോകുന്നു ഗൈസ്. ഇത് ലാസ്റ്റ് റൗണ്ടാക്കി നമുക്ക് ബൂയ എടുക്കാൻ പറ്റുമെന്നാണ് ഗൈസ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നു. ഞാൻ ഗോഡ് ലെവൽ പവറിലായതുകൊണ്ട് ഇനി നമ്മൾ ഈ സെറ്റ് കളി എടുക്കും ഗൈസ്. ഇപ്പം നമുക്ക് ഗൈസ് എടുക്കാം ഗൈസ് എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ പമ്മി നിൽക്കുകയാണ് ഗൈസ്. കാരണം പക്ഷേ ഇവിടെ പമ്മി നിൽക്കുന്നതിനും കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് ഈ മാപ്പ് ഇഷ്ടമല്ല ഗൈസ്. ഈ മാപ്പിൽ എവിടെ നിന്ന് കടിയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇപ്പം മറ്റേ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, മോസ് ക്യാരക്ടർ ഒന്നും ഒരു പ്രശ്നമാണ്. ഇതാ ഗൈസ് ഹൈഡ്രയെ ഞാൻ ആദ്യമേ തല്ലിക്കൊന്നു ഗൈസ്. സന്തോഷം. അവൻ കറക്റ്റ് ഓടിയുടെ ഫ്രണ്ടി വന്ന് കയറുന്നു. അവനിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടായിരിക്കും പാമ്പി. അവൻ ആരെ ഇടക്കാടാ അവൻ ഇങ്ങോട്ട് ഇടുന്നത്. അയ്യോ ഗൈസ് എൻ്റെ എല്ലാം തെറിച്ച് പോയി ഗൈസ്. കണ്ടാണ് ഈ മോസ് ക്യാരക്ടർ കൊണ്ട് ശല്യമാണ് ഗൈസ്. ഓ ഷീറ്റ്. പണ്ടാരക്കാടിനെ തല്ലിക്കൊന്നു ഗൈസ്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. അവിടെ ഫ്ലാഗുണ്ട്. ഫ്ലാഗും ക്യാറ്റും ഉണ്ട്. ഫ്ലാഗ് AWM പ്ലെയറായിട്ട് എടുത്ത് സാധനമൊക്കെ വെച്ച് അങ്ങനെ കാറ്റുന്നുണ്ട് ഗൈസ്. ക്യാറ്റിന് അപ്പുറത്തുണ്ട്. ഇനി ഒരാളും കൂടിയേ ഉള്ളൂ. അപ്പോൾ ക്യാറ്റ് ഓൾറെഡി കഞ്ചാവായതുകൊണ്ട് എന്നിൽ ഔഷധ ഗുണം ഇല്ലേ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ അവളെ ഫ്രണ്ടിലുണ്ട് താനും. എന്തെങ്കിലും സംഭവിക്കും. ക്യാറ്റ് എടുക്കുമോ ഫ്ലാഗ് എടുക്കുമോ നമുക്ക് നോക്കാം. ക്യാറ്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എടുക്കാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഗൈസ്. ഇല്ല ഗൈസ്. ഫ്ലാഗ് കുത്തിയൊക്കെ പിടിച്ച് ഗൈസ്. ഫ്ലാഗല്ല, ക്യാറ്റിൻ്റെ തടിച്ചെടുത്ത് ഗൈസ്. അങ്ങനെ നമ്മൾ 4-2 നമ്മൾ തൂക്കിയെടുത്തിരിക്കുകയാണ് ഗൈസ്. റൗണ്ട് നമ്മൾ തൂക്കി ഗൈസ്. തൂക്കിയിട്ട് വന്ന കരങ്ങട്ടോട്ടെ.